ഇതിൻ്റെ സമ്മറി പഠിക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് 23 ഇംഗ്ലീഷ് വേർഡ്സ് തരാണ്. നമ്മുടെ പഠന രീതി നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്ന കാര്യം, നമ്മൾ ബൈ ഹാർട്ട് പഠിക്കുകയല്ല. ഞാൻ നിങ്ങൾക്ക് ഒരു ഫുൾ ചാപ്റ്ററിലെ 23 വേർഡ്സ് മാത്രമാണ് പഠിക്കാൻ തരുന്നത്. അതാണ് നമ്മുടെ ന്യൂ ലേണിംഗ് ടെക്നിക്ക്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആ ചാപ്റ്റർ സമ്മറി പഠിക്കാം. നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് നിങ്ങൾക്ക് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കത് പ്രൊഡക്റ്റീവായിരിക്കും. എക്സാംസിന് നിങ്ങൾക്ക് നന്നായി മാർക്ക് സ്കോർ ചെയ്യാൻ മാത്രമല്ല, നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് വളരെയധികം ഡെവലപ്പാവും, വളരെ ഇമ്പ്രൂവ് ആവും. അപ്പോൾ ആ ഒരു രീതിയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ പതിവ് ശൈലി എല്ലാം ബൈ ഹാർട്ട് പഠിക്കുക എന്നുള്ള ശൈലിയും നിങ്ങൾ മാറ്റിവെക്കണം. എന്നിട്ട് ഈ ഒരു രീതിയിലേക്ക്, ഈ വേർഡ്സിലൂടെ, ഇംഗ്ലീഷ് വേർഡ്സ്, അതിലൂടെ സെൻറ്റൻസ് പറയാനും എഴുതാനും പഠിക്കുന്ന ആ ശൈലിയിലേക്ക് നിങ്ങൾ മാറേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഞാൻ ഓരോ വേർഡ്സും എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ആ വേർഡിൻ്റെ ഗ്രാമർ ഞാൻ പറഞ്ഞു തരും. ഓരോ വേർഡിനും ഗ്രാമർ ഉണ്ട്, അത് വ്യക്തമായി മനസ്സിലാക്കണം. എന്താണ് ഗ്രാമർ? അത് നൗൺ ആണോ, വേർബ് ആണോ, അഡ്ജക്റ്റീവ് ആണോ, അഡ്വേർബ് ആണോ, ഈ 4 കാറ്റഗറിയിൽ ഏതാണ് എന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. അപ്പോഴാണ് നിങ്ങൾക്കത് കറക്റ്റ് പൊസിഷൻ ചെയ്യാൻ പറ്റുക. ഞാൻ കൂടുതൽ നിങ്ങൾക്കും വേർബാണ് തരുന്നത്. ഞാൻ തരുന്ന വേർഡ്സിൽ കൂടുതലും വേർബ്സ് ആണ്, വേർബുകൾ, ആക്ഷൻ വേർഡ്സ്. വേർബ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി, ആക്ഷൻ വേർഡ്സ്. അപ്പോൾ ആ വേർബ്, ഇംഗ്ലീഷിൽ വേർബ് മിഡിലാണ് വരിക, സെൻട്രലാണ് വരിക. അപ്പുറത്തും ഇപ്പുറത്തും നൗണ്, 2 നൗണ്. ആദ്യം വയ്ക്കുന്ന നൗണിനെ സബ്ജക്റ്റ് എന്ന് പറയും, അതിന് തൊട്ടു പിന്നാലെ വയ്ക്കുന്ന നൗണിനെ ഒബ്ജക്റ്റ് എന്ന് പറയും. ഈ 2 നൗണുകൾ കൂടി വെച്ചാൽ നിങ്ങളുടെ സെൻറ്റൻസ് റെഡി. അപ്പോൾ ആ രീതിയിൽ സിമ്പിൾ, ഈസി ആയിട്ട് നിങ്ങൾ ആ വേർഡ്സ് പഠിക്കുക, അത് ഈസി ആയിട്ട് അതിനെ സെൻറ്റൻസിലേക്ക് കൺവേർട്ട് ചെയ്യുക. ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ കിടക്കുക. അപ്പോൾ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുകയല്ല, നിങ്ങൾ ആ വേർഡിനെ സെൻറ്റൻസ് ആക്കി മാറ്റുന്നു. അപ്പോൾ ആ സെൻറ്റൻസ് നിങ്ങൾ മറന്നു പോകില്ല. ആ വേർഡ് കണ്ടാൽ നിങ്ങൾക്ക് ആ സെൻറ്റൻസ് വ്യക്തമായി നിങ്ങളുടെ മനസ്സിൽ അത് ഓർമ്മ വരും. അപ്പോൾ നിങ്ങൾ ആ വേർഡ് മാത്രം പഠിച്ചാൽ മതി. ഇപ്പോൾ ഈ ചാപ്റ്റർ സമ്മറിക്ക് നിങ്ങൾ ആ 23 വേർഡ്സ് മാത്രം ബൈ ഹാർട്ട് ചെയ്താൽ മതി. ഈ ചാപ്റ്റർ സമ്മറി മുഴുവനായിട്ട് ബൈ ഹാർട്ട് ചെയ്യേണ്ട. ഇത് നിങ്ങൾക്ക് മറ്റു സമ്മറിയിലും, ഒന്നാമത്തെ സമ്മറി നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഫസ്റ്റ് ചാപ്റ്ററിലെ, അവിടെ നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ആരൊക്കെയാണ് ബൈ ഹാർട്ട് തന്നെ പഠിച്ചതെന്ന് എനിക്കറിയില്ല. ഈ രീതിയാണ് ഞാൻ മുന്നോട്ട് വെച്ചിരുന്നത്. അത് നിങ്ങൾ ചെയ്താൽ അതിൻ്റെ റിസൾട്ട് വളരെ ഗ്രേറ്റ് ആയിരിക്കും. ഒരു ഗ്രേറ്റ് റിസൾട്ട് നിങ്ങൾക്ക് അതിനുണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിലേക്ക് വരിക. ഇവിടെ ഞാൻ നിങ്ങൾക്ക് 23 വേർഡ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഒന്നാമത്തെ വേർഡ്, എ ഹ്യൂമറസ് സ്റ്റോറി, ഒരു തമാശയുള്ള കഥ. അത് നൗണാണ്, സ്റ്റോറി നൗണാണ്, ഹ്യൂമറസ് അഡ്ജക്റ്റീവാണ്, എ ആർട്ടിക്കിളാണ്. എ ഹ്യൂമറസ് സ്റ്റോറി. അപ്പോൾ അതിൻ്റെ പ്രധാന ഭാഗം നമ്മളത് നൗണായിട്ടാണ് എടുക്കുന്നത്. ഇത് സബ്ജക്റ്റാണോ ഒബ്ജക്റ്റാണോ? ഇത് നമ്മൾ ഒബ്ജക്റ്റായിട്ടാണ് വയ്ക്കുന്നത്. SVO, അതിൽ ആദ്യം എസ് പിന്നെ വി, വേർബ്, സബ്ജക്റ്റ്, വേർബ്, ഓ, ഒബ്ജക്റ്റ്. അപ്പോൾ നമ്മളിത് ഒബ്ജക്റ്റിൻ്റെ ഭാഗത്ത്, മൂന്നാമത്തെ ഭാഗത്താണ് വയ്ക്കുന്നത്. അപ്പോൾ ആദ്യ ഭാഗത്ത് എന്താ വരിക? ചാപ്റ്ററിൻ്റെ പേര് തന്നെ. ദ സ്നേക്ക് ആൻഡ് ദ മിറർ, സബ്ജക്റ്റ്. വേർബ് എന്താ? ഈസ്. ദ സ്നേക്ക് ആൻഡ് ദ മിറർ ഈസ് എ ഹ്യൂമറസ് സ്റ്റോറി. സ്നേക്ക് ആൻഡ് ദ മിറർ ഒരു തമാശയുള്ള കഥയാണ്. ഈ രീതിയിൽ നിങ്ങൾ ആ വേർഡ് പഠിച്ചു പോകണം. ഈ പാറ്റേണിൽ നിങ്ങൾ പഠിച്ചു പോകണം. നൗണാണോ വേർബാണോ? ഇനി നൗണാണെങ്കിൽ അത് സബ്ജക്റ്റാണോ ഒബ്ജക്റ്റാണോ? ഈ രീതിയിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കി പഠിച്ചു നോക്കിയേ. നിങ്ങൾക്കത് വളരെ ഈസി ആയിരിക്കും. നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവും, ഗ്രാമർ നിങ്ങൾക്ക് നന്നായി മനസ്സിലാവും. ഇവിടെ നിങ്ങൾക്ക് സമ്മറി ഈസി ആയിട്ട് ആ വേർഡിൽ നിന്ന് പഠിക്കാം. രണ്ടാമത്തെ വേർഡ് കോൺട്രാസ്റ്റ്, അതും നൗണാണ്. ദ സ്റ്റോറി പ്രസൻസ് എ കോൺട്രാസ്റ്റ്. അപ്പോൾ ഒബ്ജക്റ്റായിട്ടാണ് വന്നത് കേട്ടോ, ഒബ്ജക്റ്റായിട്ട് തന്നെയാണ് ഇതും വന്നത്. അവിടുത്തെ വേർബ് പ്രസൻ്റ് ആണ്. ദ സ്റ്റോറി, ഈ കഥ പ്രസൻസ് അവതരിപ്പിക്കുന്നു. എ കോൺട്രാസ്റ്റ്, ഒരു വൈരുദ്ധ്യം,
വിപരീതമായ കാര്യം. ബിറ്റ്വീൻ ഡ്രീംസ് ആൻഡ് റിയാലിറ്റി, സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യമാണ് ഈ കഥയിലൂടെ വൈക്കം മുഹമ്മദ് ബഷീർ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ സെൻറ്റൻസ് നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീർ കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. എങ്ങനെ? ദ സ്നേക്ക് ആൻഡ് ദ മിറർ ഈസ് എ ഹ്യൂമറസ് സ്റ്റോറി റിട്ടൺ ബൈ വൈക്കം മുഹമ്മദ് ബഷീർ. അതാണ് ഒന്നാമത്തെ സെൻറ്റൻസ്. രണ്ടാമത്തെ സെൻറ്റൻസ്, ദ സ്റ്റോറി പ്രസൻസ് എ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ഡ്രീംസ് ആൻഡ് റിയാലിറ്റി. ഈ കഥ അവതരിപ്പിക്കുന്നത് സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ്, വൈരുദ്ധ്യമാണ്. അത് നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് കടന്നാൽ ഇതിൻ്റെ സ്റ്റോറിയിൽ നിന്നും മനസ്സിലാകും. ഇതിലെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ഹോമിയോപാത്ത്, അതായത് ഒരു ഡോക്ടർ, ഹോമിയോ ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ വലിയ വലിയ സ്വപ്നങ്ങളാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിത യാഥാർത്ഥ്യം വളരെ പുവറാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങൾ വളരെയധികം ക്ലേശകരമാണ്. എന്നാൽ സ്വപ്നങ്ങളോ വളരെ കളർഫുള്ളാണ്. ആ ഒരു വൈരുദ്ധ്യമാണ് ഈ ചാപ്റ്ററിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ അടുത്ത വേർഡ് ഹാഡ് ജസ്റ്റ് സ്റ്റാർട്ടഡ്, തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ദ ഡോക്ടർ ഹാഡ് ജസ്റ്റ് സ്റ്റാർട്ടഡ് ഹിസ് പ്രാക്ടീസ്. അപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ടഡ് വേർബായിട്ടാണ് വന്നത്, മിഡിലാണ് വയ്ക്കേണ്ടത്. ദ ഡോക്ടർ ഹാഡ് ജസ്റ്റ് സ്റ്റാർട്ടഡ് ഹിസ് പ്രാക്ടീസ്. ഡോക്ടർ പ്രാക്ടീസ് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഡോക്ടർമാർ അവരുടെ പരിശോധിക്കുന്നതിന് പ്രാക്ടീസ് ചെയ്യാന്ന് പറയും. രോഗികളെ പരിശോധിക്കുന്നതിന് പ്രാക്ടീസ് ചെയ്യാന്ന് പറയും. അടുത്ത വേർഡ് ഏണിങ്സ്, സമ്പാദ്യങ്ങൾ. ഹിസ് ഏണിങ്സ് were meager. അയാളുടെ സമ്പാദ്യങ്ങൾ തുച്ഛമായിരുന്നു. ഏണിങ്സ്, സമ്പാദ്യങ്ങൾ. വേർ, ആയിരുന്നു. വാസിൻ്റെ പ്ലൂറലാണ് വേർ. ഒരാളാണെങ്കിൽ വാസ്, ആയിരുന്നു. പ്ലൂറലാവുമ്പോൾ ഒന്നിലധികം ആളുകൾ വന്നാൽ വേർ, ആയിരുന്നു തന്നെയാണ്. ഹിസ് ഏണിങ്സ് were meager. അദ്ദേഹത്തിൻ്റെ സമ്പാദ്യങ്ങൾ തുച്ഛമായിരുന്നു. ഹി ലിവ്ഡ് ഇൻ എ സ്മോൾ റെൻറ്റഡ് റൂം. അയാൾ ജീവിച്ചിരുന്നത് ചെറിയ ഒരു വാടക റൂമിലായിരുന്നു. ലിഫ്റ്റ് അവിടെ വേർബായിട്ടാണ് വന്നത്. നോട്ട് ഇലക്ട്രിഫൈഡ്. ഇറ്റ് വാസ് നോട്ട് ഇലക്ട്രിഫൈഡ്. ഇറ്റ് വാസ് നോട്ട് ഇലക്ട്രിഫൈഡ് അവിടെ അഡ്ജക്റ്റീവായിട്ടാണ് ഇലക്ട്രിഫൈഡ്, നോട്ട് ഇലക്ട്രിഫൈഡ് വന്നിട്ടുള്ളത്. ഇറ്റ് സബ്ജക്റ്റ്, വാസ് വേർബ്, നോട്ട് ഇലക്ട്രിഫൈഡ് അഡ്ജക്റ്റീവ്. അത് വൈദ്യുതീകരിച്ചതായിരുന്നില്ല. ആ റൂം, അയാൾ താമസിക്കുന്ന ആ വീട് അല്ലെങ്കിൽ ആ റൂം വൈദ്യുതീകരിച്ചതായിരുന്നില്ല, കറണ്ട് ഉണ്ടായിരുന്നില്ല. ഹാഡ് 60 rupees, 60 രൂപ ഉണ്ടായിരുന്നു. ഹാഡ് വേർബാണ്. 60 rupees അവിടെ ഒബ്ജക്റ്റാണ്. ഹി ഹാഡ് ഓൺലി 60 rupees. അയാൾക്ക് 60 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇൻ ഹിസ് സ്യൂട്ട് കേസ്, അവിടെ പ്രിപ്പോസിഷനായിട്ട് നമ്മൾ ഇൻ ഹിസ് സ്യൂട്ട് കേസ്, സ്യൂട്ട് കേസിൽ എന്ന് പ്രിപ്പോസിഷൻ അവിടെ ആഡ് ചെയ്തു. ഈ സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ് കൂടാതെ നമുക്ക് പ്രിപ്പോസിഷണൽ ഫ്രേസസ് ആഡ് ചെയ്യാം. പ്രിപ്പോസിഷൻ വരുന്ന ആ വാക്കുകൾ ആഡ് ചെയ്യാം. ബിസൈഡ്സ് സം ഷർട്ട്സ് ആൻഡ് ധോത്തീസ്, ഹി ഹാഡ് 1 black coat. കുറച്ച് ഷർട്ടുകളും ധോത്തികൾ, മുണ്ടുകളും. കൂടാതെ, ബിസൈഡ്സ് കൂടാതെ എന്നാണ്. ഹി ഹാഡ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. 1 black coat, ഒരു കറുത്ത കോട്ടും കൂടി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ദ റൂം വാസ് ഫുൾ ഓഫ് റാറ്റ്സ്. ആ റൂമിൽ നിറയെ എലികളായിരുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ, ഈ വ്യക്തിയുടെ, ഇയാളുടെ യാഥാർത്ഥ്യങ്ങൾ ഇതൊക്കെയാണ്. വളരെ ചെറിയ റൂമിലാണ് താമസിക്കുന്നത്, കറണ്ട് പോലും ഇല്ല, നിറച്ച എലികളാണ്. ഇതൊക്കെയാണ് ആളുടെ. പിന്നെ ആളുടെ കയ്യിൽ അധികം പൈസയൊന്നുമില്ല. വലിയ ഡ്രസ്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതാണ് ആളുടെ റിയാലിറ്റി, യാഥാർത്ഥ്യം. ഞാളുടെ ഡ്രീംസ് പറയാം. ഡ്രീംസ്, ഹിസ് ഡ്രീംസ് വേർ ഇൻ കോൺട്രാസ്റ്റ്. അയാളുടെ സ്വപ്നങ്ങളൊക്കെ ഇതിന് വിപരീതമായിരുന്നു, ഇതിന് വൈരുദ്ധ്യമായിരുന്നു. അപ്പോൾ കോൺട്രാസ്റ്റ് അവിടെ, ഹിസ് ഡ്രീംസ് വേർ ഇൻ കോൺട്രാസ്റ്റ്. ആളുടെ സ്വപ്നങ്ങളൊക്കെ വൈരുദ്ധ്യത്തിലായിരുന്നു. കോൺട്രാസ്റ്റ്, അത് നമുക്ക് ഇൻ കോൺട്രാസ്റ്റ് പറഞ്ഞിട്ട് പ്രിപ്പോസിഷൻ ചേർത്തിട്ടാണ് വെച്ചത്. ഹിസ് ഡ്രീംസ് വേർ, ഡ്രീംസ് വന്നപ്പോൾ വേർ വന്ന് പ്ലൂറലാണ്. ആളുടെ സ്വപ്നങ്ങളായിരുന്നു. ഇൻ കോൺട്രാസ്റ്റ്, വൈരുദ്ധ്യത്തിലായിരുന്നു. ഹി വാസ് എ ഗ്രേറ്റ് അഡ്മിറർ ഓഫ് ബ്യൂട്ടി. അയാൾ വലിയൊരു സൗന്ദര്യ ആരാധകനായിരുന്നു. ഹി വാസ്, അയാളായിരുന്നു. എ ഗ്രേറ്റ് അഡ്മിറർ, വലിയൊരു ആരാധകൻ. അഡ്മിറർ, ആരാധകൻ. ഓഫ് ബ്യൂട്ടി, സൗന്ദര്യത്തിൻ്റെ. ഓഫ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്നർത്ഥം വരുന്ന പ്രിപ്പോസിഷനാണ്. ഓഫ്, ഇന്ത്യ.
He decided to shave daily and grow a thin mustache. അയാൾ തീരുമാനിച്ചു ഡെയിലി ഷേവ് ചെയ്യാനും ഒരു നേരിയ മീശ, കനം കുറഞ്ഞ മീശ, പണ്ടത്തെ സ്റ്റൈലാണ്, അത് വയ്ക്കാനും അത് വളർത്താനും ആൾ തീരുമാനിച്ചു. He decided to keep smile on his face to look more handsome. കൂടുതൽ ഭംഗി, ഹാൻസം ആവാൻ വേണ്ടിയിട്ട്. ആണുങ്ങൾക്ക് ഹാൻസം എന്ന് പറയാം, ബ്യൂട്ടിഫുൾ പറയാം, ഗേൾസിനാണ്, ലേഡീസിനാണ്. അതൊരു ശ്രദ്ധിക്കേണ്ട പോയിൻ്റാണ്. ഹി ഡിസൈഡഡ് ടു കീപ് സ്മൈൽ ഓൺ ഹിസ് ഫേസ്. ആളുടെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി നിലനിർത്താനായിട്ട് തീരുമാനിച്ചു. ടു കീപ് മോർ ഹാൻസം, കൂടുതൽ ഭംഗി തോന്നാൻ വേണ്ടിയിട്ട്, കൂടുതൽ ഹാൻസം ആക്കാൻ വേണ്ടിയിട്ട്, കൂടുതൽ ഹാൻസം ആകാൻ വേണ്ടിയിട്ട്. ഹി വാണ്ടഡ് ടു മാരി എ റിച്ച് ലേഡി ഡോക്ടർ. ഒരു പണക്കാരിയായിട്ടുള്ള ലേഡി ഡോക്ടറെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചു. അപ്പോൾ അതൊരു കോൺട്രാസ്റ്റാണ് ഈ പറയുന്നത്. ആളുടെ റിയാലിറ്റി നമ്മൾ പറഞ്ഞു, പക്ഷേ അയാളുടെ ഡ്രീംസൊക്കെ ഈ രീതിയിൽ വലിയ വലിയ ഡ്രീംസാണ്. അതാണ് കോൺട്രാസ്റ്റ്. ഹി വാണ്ടഡ് എ ഫാറ്റ് വൈഫ്. അയാൾ ആഗ്രഹിച്ചത് തടിച്ച ഒരു ഭാര്യയായിരുന്നു, തടിച്ച ഒരു പെണ്ണിനെയായിരുന്നു. ബിക്കോസ് ഷി ഷുഡിൻറ്റ് ക്യാച്ച് ഹിം. ആ പെണ്ണ് അയാളെ പിടിക്കാൻ പാടില്ല. ഇഫ് യു മെയ്ഡ് എ മിസ്റ്റേക്ക്, അയാൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയെങ്കിൽ, കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. ഷി ഷുഡിൻറ്റ് ക്യാച്ച് ഹിം ഇഫ് യു മെയ്ഡ് എ മിസ്റ്റേക്ക്. ആൾക്ക് ഒരു മിസ്റ്റേക്ക് വന്നാൽ അവൾ പിന്നാലെ ഓടി ഒന്നും പിടിക്കാൻ പാടില്ല. തടിച്ച പെണ്ണുങ്ങളാണെങ്കിൽ ഓടാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഇയാൾക്ക് സുഖമായിട്ട് ഓടാം. ആക്ച്വലി ഹിസ് വൈഫ് വാസ് വെരി തിൻ. യഥാർത്ഥത്തിൽ ആളുടെ ഭാര്യ വളരെ മെലിഞ്ഞതായിരുന്നു. ആൻഡ് വാസ് എ ഗുഡ് റണ്ണർ, നല്ല ഓട്ടക്കാരിയുമായിരുന്നു. വെൻ ദ സ്നേക്ക് കോയിൽഡ് അറൗണ്ട് ഹിസ് ആം, പാമ്പ് വന്നിട്ട് അയാളുടെ കയ്യമ്മ ചുറ്റിയപ്പോൾ, ഹി ബിക്കെയിം എ സ്റ്റോൺ, അയാളൊരു കല്ലായി തീർന്നു, പേടിച്ച് മരവിച്ച് കല്ല് പോലെയായി തീർന്നു. ഹി ഫെൽറ്റ് ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യം ആൾക്ക് അനുഭവപ്പെട്ടു. ഇത്ര നേരം ദൈവത്തെ എല്ലാം ഓർത്തിരുന്നത് ആളുടെ വലിയ വലിയ സ്വപ്നങ്ങളാണ്. പാമ്പ് വന്നപ്പോൾ പെട്ടെന്ന് ദൈവത്തെ ഓർത്തു. ഹി കോൾഡ് ഹിംസെൽഫ് എ പുവർ ഫൂലിഷ് ആൻഡ് സ്റ്റുപ്പിഡ് ഡോക്ടർ. ആൾ സ്വയം പറയാൻ തുടങ്ങി, ഞാനൊരു പാവപ്പെട്ട മണ്ടനായ വിഡ്ഢിയായ ഡോക്ടർ. ദ സ്നേക്ക് മൂവ്ഡ് ടുവേഡ്സ് ദ മിറർ. പാമ്പ് ആ കണ്ണാടി കണ്ടപ്പോൾ കണ്ണാടിക്ക് നേരെ നീങ്ങി. ദ സ്നേക്ക് മൂവ്ഡ് ടുവേഡ്സ് ദ മിറർ. അവിടെ മൂവ്ഡ് ആണ്, അത് വേർബാണ്. വേർബിൻ്റെ പൊസിഷനിലാണ് മൂവ്ഡ് വന്നത്. ഹി റാൻ ടു ഹിസ് ഫ്രണ്ട്സ് ഹൗസ്. ആള് കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് ഓടി. ദ നെക്സ്റ്റ് മോർണിംഗ് ഹി റിട്ടേൺഡ് വിത്ത് ഹിസ് ഫ്രണ്ട്സ് ടു ടേക്ക് ഹിസ് തിങ്സ്. പിറ്റേ ദിവസം രാവിലെയാണ് കൂട്ടുകാരോടൊപ്പം തിരിച്ചു വന്നത്, സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ബട്ട് എ തീഫ് ഹാഡ് ടേക്കൺ എവ്രിതിങ്. പക്ഷെ ഒരു കള്ളം വന്നിട്ട് എല്ലാം എടുത്തു കൊണ്ടുപോയി. എക്സെപ്റ്റ് ഒഴികെ ഹിസ് ഡേർട്ടി വെസ്റ്റ്. മുഷിഞ്ഞ അടിവസ്ത്രം ഒഴികെ ബാക്കിയെല്ലാം ഒരു കള്ളം വന്നിട്ട് എടുത്തു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു.